ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അവരിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തെന്നറിയില്ല. സുമിത്രയെ വിളിച്ചേ. ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും തിരക്ക് കാണിക്കുന്നത് നവീന്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാ അവർക്ക് കൃഷ്ണയെ. സുനന്ദീച്ച് എന്താ രഹസ്യം പറയുന്നേ? ഇന്ന് വൈകുന്നേരം മുതല് വലിയ ആലോചനയിലായിരുന്നല്ലോ. ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നത് നിന്റെ കാര്യം തന്നെയാ മോളെ. എന്ത് കാര്യാ? സ്വന്തം മോൾക്ക് പകരം നവീന്റെ താലി കഴുത്തിൽ ഏറ്റുവാങ്ങണമെന്ന് സിത്താര മേഡം പറഞ്ഞില്ലേ? പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. ആ കുട്ടിയുടെ കഴുത്തില് നവീൻ താലി കെട്ടിയാല് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. പണം വാങ്ങുന്നവര് അതൊന്നും അറിയണ്ടെന്ന് അവര് മറുപടിയും പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷേ അതിന്റെ പേരില് നിനക്കെന്തെങ്കിലും ദോഷം പറ്റുമോന്ന് അറിയണമല്ലോ. കല്യാണത്തിന്റെയും താലികെട്ടിന്റെയൊക്കെ കാര്യം പറയുമ്പോ സിത്താര മാഡം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. ജാതകപ്രകാരം അവൾക്ക് എന്തോ ദോഷമുണ്ട്, അതുകൊണ്ട് ഗാഥയ്ക്ക് പകരം നിക്കണമെന്നാ എന്നോട് അവരാദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് താലി കെട്ടുന്ന കാര്യവും പറഞ്ഞു. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മള് പണം വാങ്ങിച്ചും പോയി. ഇനിയിപ്പോ എന്താ? കാരണവന്മാര് പഴഞ്ചൊല്ല് പറയണ പോലെ നായ വേഷം കെട്ടിയ കൊറയ്ക്കന്നെ. നമ്മൾ കാശ് വാങ്ങിച്ചു, അത് ഹോസ്പിറ്റലിൽ അടച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് വാക്ക് മാറ്റലാണ്. പക്ഷേ ഈ ജാതകദോഷം എന്ന് പറയുന്നതേ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചേ പറ്റൂ. നിന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലോ? അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കില് എന്റെ ജീവൻ അങ്ങ് പൊക്കോട്ടെ. ഒന്നും മിണ്ടാതിരുന്നേ. അങ്ങനെ ഒരാളെ ഇല്ലാതാക്കിയിട്ടാണോ വേറൊരാളുടെ കാര്യം നടത്തുന്നേ? ഗോപാലേട്ടാ, എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക്. അല്ലാതെ ഒന്നും ചോദിക്കാതെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ആ താലികെട്ടൊന്ന് കഴിഞ്ഞാ മതി. അതോടെ ഇറങ്ങാലോ എന്നേക്കുമായിട്ട്. അമ്മ ചിലപ്പോ ഉണരും. ഞാൻ ചെന്ന് അടുത്തിരിക്കട്ടെ. എന്റെ ദേവി, എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ. എന്താ അവരിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തെന്നറിയില്ല. സുമിത്രയെ വിളിച്ചേ. ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും തിരക്ക് കാണിക്കുന്നത് നവീന്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാ അവർക്ക് കൃഷ്ണയെ. അല്ല, ഗാഥ മാഡത്തെ. സോറി മാം. ഗാഥമോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയാനായിട്ട് നിൽക്കണ്ട. മോളുടെ ജാതകം എടുത്തു വെക്കണം. രാവിലെ തന്നെ ഇവിടെ എത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ മുഹൂർത്തം കുറിക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും അശുഭ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോന്ന് സിനി ഒന്ന് നോക്കി വെക്കണം. ശരി മാം. ജോത്സ്യൻ ചിലപ്പോ ശാപസംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയും. അത് നേരിട്ട് കേൾക്കാൻ തന്നെ ഞാൻ പോകുന്നത്. ഗാഥ മാഡത്തിന്റെ അടുത്ത് ഇപ്പൊ പറയണോ? വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്താ മാം? ദിവസവും മുഹൂർത്തവും ഒക്കെ അടുക്കും തോറും മനസ്സിൽ വല്ലാത്ത ടെൻഷൻ കൂടിക്കൂടി വരിക. കൃഷ്ണയെ കതിർ മണ്ഡപത്തിൽ നിർത്തി ശാപം ഒഴിവാക്കിയെന്ന് നമ്മൾ ആശ്വസിച്ചാലും ഒരു ജീവിതകാലം മുഴുവനും എന്റെ മോൾ അവിടെയാ കഴിയേണ്ടത്. മരണം പതിയിരിക്കുന്ന തറവാട്ടിൽ. മാം വിഷമിക്കാതിരിക്കെ. എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എത്ര വലിയ കരുതലിനും ഒരമ്മയുടെ മനസ്സിലെ സമ്മർദ്ദത്തിനെ അതിജീവിക്കാനായിട്ട് പറ്റില്ല സിനി. എന്റെ മോളും അവൾക്ക് വേണ്ടി കൂട്ടിവെച്ച സ്വപ്നങ്ങളും മാത്രമേ എനിക്കുള്ളൂ. അമ്മേ, ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. ജോൾസിനെ വിളിച്ചൊന്ന് പറയാവോ? അയാൾക്ക് ഇനി നാളെ തിരക്കുണ്ടെന്ന് വല്ലതും പറഞ്ഞാലോ? സുമിത്രേ, ജോൾസിനെ വിളിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു നേരവും കാര്യമൊക്കെ ഇല്ലേ? ഇതെന്താ നന്ദേട്ടാ, ഒരു കാര്യം സമ്മതിച്ചിട്ട് അതിനകത്ത് പിന്നെ ഉഴപ്പ് കാണിക്കുന്നേ? സിതാരെ വിളിച്ച് പറഞ്ഞല്ലേ, എന്നിട്ട് അതിനകത്ത് നമ്മള് വാക്ക് മാറ്റാന്ന് വെച്ചാ ശരിയാണോ? അമ്മേ, ഒന്ന് വിളിക്കുവോ? വിളിക്കമ്മേ.
എന്താ സരസ്വതിമേ? ജോലിസരെ, നാളെ രാവിലെ ഇവിടം വരെ ഒന്ന് വരണമല്ലോ. എന്താ വിശേഷം? നവീന്റെ വിവാഹ മുഹൂർത്തം ഒന്ന് കുറിക്കാനാ. ഓ, ലക്ഷണം കൊള്ളാലോ സരസ്വതിമേ. സത്യത്തില് എനിക്ക് നാളെ തൃപ്പൂണിത്തുറയിലേക്ക് ഒരു യാത്രയുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അവിടെയുള്ള ആളുകളെ വിളിച്ച് യാത്ര 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു. ആ, ഒരു നല്ല കാര്യമാവുമ്പോ തടസ്സങ്ങളെല്ലാം വഴിമാറിയല്ലേ പറ്റൂ. ഞാൻ നാളെ രാവിലെ തന്നെ എത്തിയേക്കാം. ശരി ജോലിസരെ. ശരി എന്നാ. ആ, നാളെ രാവിലെ തന്നെ വരും. ഹോ, സമാധാനായി. ഞാനേ ഇത് നവീനോടൊന്ന് പറഞ്ഞിട്ട് വരാമേ. സുമിത്ര ഒരു കാര്യം പറയുമ്പോ അത് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷേ ആപത്തിന്റെ മുഹൂർത്തമല്ലേ നന്ദ നമ്മൾ ഈ കുറിച്ചു വാങ്ങിക്കാൻ പോകുന്നേ. ഇനിയും നമ്മൾ മടിച്ചു നിന്നാ അവള് നമ്മളെ സംശയിക്കാൻ തുടങ്ങുമേ. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ പരിശ്രമിച്ചു. ഇനി വിധി എന്താണോ അതിന് വിട്ടുകൊടുക്കാം. വിവാഹം മുടക്കാനുള്ള മാർഗങ്ങള് നിർമ്മല ഇനിയും നോക്കും. അത് കണ്ടാലും പ്രതികരിക്കാൻ നിൽക്കണ്ട. അവളെ കൊണ്ടാവുന്നെങ്കിൽ അവൾ അത് തടഞ്ഞോട്ടെ. നിർമ്മലയെ കൊണ്ട് ഈ വിവാഹം മുടക്കുകയും നമ്മൾ അന്വേഷിച്ച പെൺകുട്ടിയെ അതിനിടെ കണ്ടെത്തുകയും ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് മറികടക്കാം. നമുക്കിനിയൊന്നും ചെയ്യാനില്ല. നിർമ്മലയ്ക്ക് എന്തെങ്കിലും വഴി തെളിഞ്ഞു കിട്ടട്ടെ. ദേവന്മാരെ പ്രാർത്ഥിച്ച് തോറ്റെടുത്ത് അസുര ജന്മങ്ങളെ പ്രാർത്ഥിക്കുക തന്നെ. എന്താ പയ്യന്റെ പേര്? ഏത് പയ്യൻ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ. അമ്മ ഇതൊന്നും കുടിച്ചേ. വെറുതെ ഓരോന്നും. വെറുതെ ഒന്നുമല്ല, കാര്യം ഉണ്ടായിട്ട് തന്നെയാ. നവീനെന്നല്ലേ? അത് തന്നെ. നിനക്കെന്താ പേര് പറയാനൊരു മടി? പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. സ്ത്രീകള് ഭർത്താവിന്റെ പേര് പറയാൻ പാടില്ല. അവിടുത്തെ ആള്, കുട്ടികളുടെ അച്ഛൻ, മൂപ്പര്, അങ്ങനെയൊക്കെയാ പറയുക.